والفهم جودة العقل جودة الذهن والذهن قوة تقتنص بها الصور والمعاني وتشمل الإدراكات العقلية والحسية. فهمت الشيء എന്ന് പറയും إذا عقلته وعرفته എന്ന് പറയും. മനസ്സിലായോ? يقال فهم 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 എന്നൊക്കെ പറയാം. وبالسند المتصل إلى المؤلف رحمه الله أنه قال حدثنا علي رضي الله عنه علي بن عبد الله المديني أعلم أهل زمانه എന്നാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആള് എന്നാണ് അവരെ പറ്റി ആൾക്കാർ പറയുന്നത്. قال حدثنا سفيان بن عيينة قال لي ابن أبي نجيح عن مجاهد أنه قال صحبت ابن عمر رضي الله تعالى عنه وعنهم ഇബ്നു ഉമർ തങ്ങളുമായി കൊണ്ട് ഞാൻ സഹകരിച്ചു ഇലൽ മദീനത്തിൽ മുനവ്വറ സാദഹുമുല്ലാഹു ശറഫ മദീന വരെ ഞാൻ സഹകരിച്ചു. ഫലം അസ്മഅഹു ഞാൻ കേട്ടില്ല. യുഹദ്ദിസു അവർ വർത്തമാനം പറയുന്നതായ നിലയിൽ ഞാൻ കേട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല ഹദീസൻ വാഹിദൻ ഒറ്റ ഹദീസിനെ വർത്തമാനം പറഞ്ഞു. കാന്താരി കൂടുതൽ വേണ്ടല്ലെന്നോ എന്താ വേനെ കാല ഒരു ഹദീസ് ഇങ്ങനെ പറഞ്ഞത് കുന്ന യാത്ര പോകുമ്പം ചളവള പറയാതെ കാര്യങ്ങൾ പറയാതെ വർത്തമാനങ്ങൾ പറയാതെ ഇൽമിയായ വിശേഷണം ഇൽമിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നതിനൊക്കെ അതിൽ നിന്ന് കിട്ടും. കാല ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു കുന്ന ഞങ്ങളായിരുന്നു ഇന്ദൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഫൗത്തിയ അപ്പൊ കൊണ്ടുവരപ്പെട്ടു ജുമ്മാറിനെ കൊണ്ടുവരപ്പെട്ടു. ജുമ്മാർ എന്നുള്ളത് എന്തോ പഴായിരിക്കും, ഈത്തപ്പന മരത്തിന്റെ എന്തോ സാധനമായിരിക്കും. ജുമ്മാറില്ലാതിരിക്കുന്നത് അവിടെ ലോകത്ത് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളിങ്ങ ഈത്തപ്പഴത്തിന്റെ ചാറന്നായിരിക്കണം അതിന്റെ മായന. അങ്ങനെ അവിടെ എടുക്കാറുണ്ട് ആ നാട്ടിൽ. ചുമൻ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിട്ട് അതിന്റെ ചാറ് ഇങ്ങനെ സത്ത അങ്ങനെ വന്നപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന സന്ദർഭത്തിലാണ് പറയുന്നത് ജുമ്മാർ ഈത്തപ്പഴച്ചാറ് കൊണ്ടുവരപ്പെട്ടു. ഫഖാല അപ്പൊ തങ്ങൾ ചോദിച്ചു ഇന്ന മിനശ്ശജരി വൃക്ഷങ്ങളുടെ കൂട്ടത്തിലുണ്ട് ശജറത്തൻ ഒരു വൃക്ഷമുണ്ട്. താഴ് വാദത്തിന്റെ പേര് അറിയിക്കട്ടെ. മസലുഹ കമസലിൽ മുസ്ലിമീൻ മസലുഹ കമസലിൽ മുസ്ലിമീൻ ആ ഈത്തപ്പനത്തിയുടെ മിസാലാകുന്ന ഉപമയാകുന്നത് മസലിൽ മുസ്ലിമീൻ ഒരു മുസ്ലിമിന്റെ മസല് പോലെയാണ്. പിന്നെ മസലുഹാ കമസലിൽ മുസ്ലിം ഫാറത്ത് ഞാൻ ഉദ്ദേശം അപ്പുറം പറയാം. ഹദ്ദീനി വേറെ എന്നാണ് പറഞ്ഞില്ല ഹദ്ദീനി മാഹിയാന്നൊക്കെ ചോദിച്ചത്. അതിന് ഇവിടെ പറയേണ്ട കാര്യമില്ലായിരിക്കും. അന്നഖൂല ഹിയ നഖലത്ത് അത് നഖലത്താണെന്ന് പറയാൻ ഞാൻ ഉദ്ദേശിച്ചു. ആ കുന്തിരിക്കത്തോണ്ട പക്ഷെ ഞാൻ ഉദ്ദേശിച്ചങ്ങനെ അതപോർത്തിട്ട് പറഞ്ഞില്ല, അവിടെ കുത്തിയിരുന്നു. ഫൈദാന സുഹറുൽ ഖൗമി ഞാൻ ചെറിയ ആളാണ്, കൂട്ടത്തിൽ ഞാൻ ചെറിയ ആളാണ്.
ഫസക്കത്തു ഞാൻ ഉണ്ടാതിരുന്നു തഅലീമൻ ലിൽ അക്കാബിരീൻ വലിയ ആൾക്കാർ പറയട്ടെ അവരെ ആദരിച്ചതിന് വേണ്ടി ഞാൻ ഉണ്ടാതെ അവിടെ കുത്തിരിക്കും. സംഗതി എന്താണെന്ന് എനിക്കറിയാം. അത് പരീക്ഷിച്ചാണ്, പരീക്ഷ വേണമെന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹിയ നഖ്ലാന്ന്. അപ്പം നമ്മളെ ബാബുമായിട്ട് ഫഹ്മാണ് കൊണ്ടുവന്ന സാധനം എല്ലാവർക്കും അറിയാമല്ലോ. ഉത്തിയ ബി ജുമ്മാർ, ഈത്തപ്പഴത്തിന്റെ ചാറാണല്ലോ കൊണ്ടുവന്നത്. ഈത്തപ്പഴത്തിന്റെ സത്യ കൊണ്ടുവന്നത്. സത്യം കൊണ്ടുവന്നപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇതെന്തിന്റെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് പെട്ടെന്ന് മനസ്സിലാക്കിയ ആളാണ് ആര്? അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾ എന്ന്. ഫൈൻകുൽത മാ വജൂ മുനാസബത്തുൽ ഹദീസിൽ ഇത്തർജുമ, തർജുമയും ഹദീസുമായിക്കൊണ്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചാല് അല്ല ഉജിയമിൻ കൗനി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആയല്ലോ. ലമ്മാ ദക്കറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്അലത ഇൻദ ഇഹ്ദാറുൽ ജുമ്മാരിയിലേഹി, ജുമ്മാറിനെ അവിടത്തേക്ക് എന്ത് ചെയ്തു വെളിവാക്കിയപ്പോഴാണല്ലോ ചോദ്യം ഉണ്ടായത്. മനസ്സിലായി? അപ്പൊ ഇബ്നു ഉമർ തങ്ങൾ മനസ്സിലാക്കിയല്ലോ, ഫഹ്മ ചെയ്തല്ലോ, ഇന്ന സാധനമാണ് പെട്ടെന്ന്. അതാണ് ബാബട്ടല്ലോ ഏട്ടാ. ഫഹിമ അന്നൽ മസൂല അന്നു അന്നഖലത്തു ബി ഖരീനത്തിൽ ഇത്തിയാനി ബി ജുമ്മാരിഹോ, അത് ജുമ്മാറിനെ കൊണ്ടുവന്നതാണ്. ജുമ്മാറ് ഷഹ്മുൻ നഖീലി എന്ന് പറയുന്നുണ്ട്. കൊഴുപ്പ് എന്നാണ് ഷഹ്മിന്റെ മാന. നഖീല് എന്നുള്ളത് അപ്പൊ ആ നഖീലിലേക്ക് ചേർത്തപ്പോ ആ കൊഴുപ്പിന് മറ്റേ മാന കൊടുത്താൽ മതി നമ്മള് ഏട്ടാ. ബാബുൽ ഇഖ്തിബാത്തി ഫിൽ ഇൽമി വൽ ഹിക്മ, ഹിക്മത്തിലും ഇൽമിലുമായ നില. നമ്മളിന്നലെ അലീമു ഹക്കീമൊക്കെ ഇന്നലെ ബാബ് ബൈദായിൽ ഓതിയുമ്പോ പിന്നെ ഇനി കൂടുതൽ മനസ്സിലാക്കേണ്ട അറിയില്ല. പിന്നെ അത്വി തഫ്സീർ ആക്കണമെന്നില്ല. അത്വൽ ഖാസിയാലല്ലാമി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഏട്ടാ. മറ്റൊരാൾക്ക് ഇഖ്തിബാത്തി എന്ന് പറഞ്ഞാൽ അവന് കിട്ടിയതുപോലെ എനിക്ക് കിട്ടണമെന്ന്, അവനത് നീങ്ങിപ്പോകാനും പാടില്ല. ഹസദാകുമ്പോ അങ്ങനെയാണ്, അവന് കിട്ടിയതുപോലെ എനിക്ക് കിട്ടുകയും വേണം, അവന്റെ നശിക്കുകയും വേണം. അതിനെ ഹസദ് എന്ന് പറയും. ഇഖ്തിബാത്ത് എന്ന് പറഞ്ഞാൽ അവന് കിട്ടിയതുപോലെ എനിക്ക് കിട്ടണം, നശിക്കണ്ട, അവനും കിട്ടട്ടെ. പിന്നെ അങ്ങനെ ഇഖ്തിബാത്ത് ഇഫ്താല വസന റിബത്തത്തിൽ നിന്നുള്ള ഇഫ്താല വസന റബത്ത, അവന് കിട്ടിയതുപോലെ ഞാനിക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുക. വഹിയ തമന്നി മിഥില മാലിൽ മഖ്ബൂത്തി മിൻ ഗൈരി സവാലിഹി അല്ല ബിഖിലാഫിൽ ഹസദി ഫഇന്നഹു മഅ തമന്നി സവാലി അൻഹു എന്ന്. ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, തഫഖഹു ഖബല അൻ തുസവ്വദൂ, നേതാവാകുന്നതിന് മുമ്പ് പഠിച്ചോളി, പഠിച്ചിട്ട് നേതാവായതിനു ശേഷം പഠിക്കണം. നേതാവായതിനു ശേഷം പഠിക്കണം, എന്തൊക്കെ നിയമം അറിയണ്ടേ. നമ്മളെ അങ്ങ് ജനത്തിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുത്തുമ്പോ ഇനി എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. അപ്പോ വേദാന്ത തസവ്വുദ് കൂടെ പറയണം. അന്നേരം തഫഖഹു ഖബല അൻ തുസവ്വദൂ. ഖാല എന്നാ എന്താണ് ഹദ്ദസന ഖാല അബൂ അബ്ദുല്ലാ, ഞാൻ തന്നെ പറയട്ടെ തന്നെ വേണം. ഖാല അബൂ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തങ്ങൾ പറയുന്നു, വഅബഅദ അൻ തുസവ്വദൂ എന്നുള്ള കൂട്ടാണ് അവിടെ. റസൂൽ ഇക്തിഫാ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇബ്നു ഉമർ തങ്ങൾ ഇക്തിഫാ ചെയ്തതാണ്. അത് നല്ലൊരു കാര്യം. തഫഖഹു ഖബല അൻ തുസവ്വദു. സവ്വദ വെച്ചാല് എന്താണ്? തുസയ്യിറു സാദത്തൻ, നിങ്ങളെ നേതാവാക്കപ്പെടുന്നതിന് മുമ്പായിട്ട്. മിൻ സാദ ഖൗമഹു യസൂദുഹും, സാദ യസൂദു സിയാദത്തൻ എന്ന് പറയില്ല, സയ്യിദുൻ പലതിനാണ്.
സാദ യസൂദു സിയാദത്തൻ. അപ്പൊ സയ്യിദുൻ എന്നൊക്കെ നമ്മൾ അസലൊക്കെ പറഞ്ഞ് പണ്ട് പഠിച്ചവനാണ്. നേതാവാവണമെങ്കിൽ അസൂയ ഇല്ലാതിരിക്കണം. ഒന്നാമത്തെ കാര്യം അസൂയ ഉണ്ടാകാതിരുന്നാലേ നേതാവായാലും. ഗ്രാൻഡ് മുഫ്തിയൊക്കെ ആവണമെങ്കിൽ അസൂയ ഇല്ലാതിരിക്കണം. അപ്പൊ ഗ്രാൻഡ് മുഫ്തിയാവും, എല്ലാത്ത മുഫ്തിയാവും. അസൂയ ഉണ്ടെങ്കിൽ അൽ ഹസൂദു ലാ യസൂദു എന്നാണ്. അസൂയക്കാരൻ ലാ യസൂദ് നേതാവാവില്ല. അതുകൊണ്ട് അസൂയ നമുക്ക് വേണം. അപ്പൊ നമ്മൾ നേതാവാകും. അൽ ഹസൂദ് ലാ യസൂദ് എന്നാണ്. അപ്പം അവൻ നേതാവാകുന്നതിന് നല്ല പഠിച്ചോളി. എന്നാലും നേതാവായതിനു ശേഷം പിന്നെ നിങ്ങൾക്കൊരു വെറുപ്പുണ്ടാവും. പോയി നിങ്ങളെക്കാൾ താഴ്ന്ന മൊയിലാത്ത് എങ്ങനെ പഠിക്കും, നമ്മൾ വലിയ നേതാവല്ലേ. അതുകൊണ്ടാണ് ഇവര് തങ്ങൾ പറഞ്ഞ കബല. അപ്പം അതിന് തെളിവെന്നാണ് അവിടെ ഇത്തിഫാണ്. നേതാവായതിനു ശേഷം പഠിക്കണമെന്ന് തന്നെയാണ് വേണ്ട. അതുകൊണ്ട് ഇങ്ങനെ നേതാവ് ഇങ്ങനെ ഈ ശിഷ്യന്മാർ ഇതൊക്കെ ഒരുപാട് കാര്യം പഠിക്കും. ഖബലാൻ തുസയ്യറു ഷഹാദത്തൻ ഫതംനഉകുമുൽ അനഫത്തു അനിൽ അഖ്ദി അമ്മൻ വദൂനക്കും എന്ന് മനസ്സിലായില്ലേ? അപ്പം തബഖൗ ജുഹാലൻ, പിന്നെ ജാഹിലീങ്ങളായ നിലയിൽ പിന്നെ അവിടെ നിൽക്കേണ്ടി വരും. പെണ്ണ് കെട്ടിയതിനു ശേഷം പഠിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ വായനയെന്നൊക്കെ. സിയാദത്തെ അങ്ങനെയൊന്നും വേണ്ട. സിയാദത്തെ അമ്മാണ്. അത് പെണ്ണ് കെട്ടിയാലും ഉണ്ടാവും, പെണ്ണ് കെട്ടിയില്ലേലും ഉണ്ടാവും. പിന്നെ ഇനി എന്താണ്? വഖദ് തഅല്ലമ അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചിരിക്കണം, ഇഷ്ടം പോലെ പഠിച്ചു. ഫീ കിബരി സിന്നിഹിം അല്ല മാ ഖബലിന് തഅക്കീദായ നിലയിൽ കൊണ്ടുവന്നാണ് ആ ഒരു ശകലം, ആ ഒരു പൊളി. وليس قول عمر رضي الله عنه هنا من تمام الترجمة. نعم قال البرماوي وغيره تبعا للكرماني إلا أن يقال الاغتباط بالحكمة القضاء لا يكون إلا قبل. نندم حدثنا الحميدي أنا فاراد بلده قال حدثنا سفيان بن عيينة قال حدثني إسماعيل بن أبي خالد بن അലാ വൈലി മാ ഹദ്ദസാഹു സുഗരി പറയാത്തത്. ഖാല ഇസ്മായിൽ ബിൻ അബി ഖാലിദ് പറയുന്നു സമീഅതു ഖൈസ് ബിൻ അബി ആസിം ഖാല സമീഅതു അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹസദ, ഒരു ശൈഇലും ഹസദ് ജായിസല്ല ലാ ഫിത്നൈനി. അങ്ങനെ ആണെങ്കിൽ ഇത് രണ്ടിലും ആകാം എന്നേയുള്ളൂ. അതിൽ പറ്റില്ല എന്നതിന്റെ അർത്ഥം. ലാ ഫിത്നത്തൈനി എന്നാ ഖസലത്തൈനായിരിക്കും. അന്നേരം താവ് കൊടുത്താണ്. ഷൈഅനി എന്ന് പറയാനിപ്പോ താവ് വേണ്ടല്ലോ. ഒന്ന് റജുലുൻ അല്ലെങ്കിൽ റജിലിൻ, രണ്ടു വായിക്കാം. അഹദുഹുമാ റജുലുൻ അതാഹുല്ലാഹു, അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്തു മാലൻ, ഒരുപാട് മുതൽ കൊടുത്തു. ഫസുല്ലിത അലാ ഹലകത്തി, ആ മാല ഇല്ലാതാക്കാൻ, അതിനെ കുറയ്ക്കാൻ, ഇല്ലാതാക്കാൻ അയാൾക്ക് അധികാരം കിട്ടപ്പെടുകയും ചെയ്തു. ഫിൽ ഹഖ്, സത്യത്തിലായത്. ഇഷ്ടംപോലെ മുതലുണ്ട്. ആ മുതലനുസരിച്ച് നല്ല ധർമ്മവും നല്ല ദീനീ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ പഠിച്ചവനെ എനിക്കും കിട്ടിക്കൊള്ളായിരുന്നല്ലോ വേണ്ട. അപ്പൊ ഹസദി എന്ന് പറഞ്ഞ പ്രയോഗമാണ് അവിടെ പറഞ്ഞത് റസൂലുള്ള. ഹെഡിങ് ഇട്ടത് ഇർത്തിബാത്ത് എന്നാണ്, തിരിഞ്ഞല്ല. ഹസദും ഇർത്തിബാത്തും തമ്മിലൊരു പൊരുത്തമുണ്ട്. ഹസദാവുമ്പം എന്താണ്, വേറൊരു മയനയാണ്. പിന്നെ അലാ അലക്കത്തീബിൻ മറ്റൊരു റജുൽ, റജുലുൻ റജുലൻ റജിലിൻ എന്നൊക്കെ വായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏടാ ഇഹ്ദൽ ഇത്നൈനി ഇത്നത്തൈനി ഖസുലത്തു റജുലിൻ എന്ന് കൽപ്പിക്കണം ജർ കൊടുക്കുമ്പോൾ. മുളാഫിയിലൈ അങ്ങ് പോയപ്പം പിന്നെ ഉക്തുസിബൽ മുളാഫിയിലൈ ഏറാബഹു വൽ ജറു ബദലുൻ മിൻ ഇത്നൈനി. അമ്മാലാ റിവായത്തി താഴ്ത്തനിക്ക് ബദലുൻ ആയിരുന്നില്ല തഖ്ദീർ അസ്ഫിൽ മുളാഫി. എങ്ങനെയൊക്കെ കമാ മറ വന്നസുബി തഖ്ദീരി ആയിനി. എന്താ എന്നെ പറഞ്ഞോളി.
അതാഉല്ലാഹുൽ ഹിക്മ, ഒരുപാട് ഹിക്മത്തിന് നൽകി അള്ളാഹു അദ്ദേഹത്തിന്. അൽ ഖുർആനു ഔ കുല്ലു മാ മനഅ മിനൽ ജഹ്ലി വ സജറ അനിൽ ഖബീഹ്, അതാണ് ഹിക്മത്ത്. മാ മനഅ മിനൽ ജഹ്ലി വ സജറ അനിൽ ഖബീഹ്, ഹിക്മത്ത് നൽകപ്പെട്ടവൻ. ഫഹുവ യഖ്ളി ബി, അതുകൊണ്ട് അവൻ ജനങ്ങളുടെ ഇടയിൽ വിധിക്കുന്നു. വയുഅല്ലിമുഹ, അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു ജനങ്ങൾക്ക്. അപ്പം അവനോട് നമുക്ക് അസൂയ. അസൂയ എന്ന് വെച്ചാൽ അവന് കിട്ടിയതുപോലെ നമുക്ക് കിട്ടണം എന്നുള്ള മയനയെ കൊടുക്കണം അവിടെ, കേട്ടാ. അല്ലെ ഹസദ് പാടില്ല ഇവ രണ്ടിൽ, അല്ലെ പാടുണ്ടെങ്കിൽ ഇവ രണ്ടിൽ മാത്രമാണ് എന്ന്. ഇത് രണ്ടിലാണെങ്കിലോ പാടില്ലതാനും എന്ന്, മനസ്സിലായോ? അഥവാ ഹസദ് വെക്കുകയാണെങ്കിൽ ഇവ രണ്ടിൽ വെക്കാം, പക്ഷെ അതിലും വെക്കാൻ എന്തല്ല, ശറഈന്റെ ഭാഗത്തിൽ കൂടി അധികാരമില്ല. പിന്നെന്ത് ചെയ്യാം? അതേപോലെ കിട്ടണം നമുക്ക് ആഗ്രഹിക്കാം. അപ്പൊ ഹസദ് വേണ്ട, അഥവാ വെക്കാമെങ്കിൽ ഇതിൽ വെക്കാം, പക്ഷെ അത് വേണ്ടതാണ്. പിന്നെന്ത് വേണമെന്ന് ചോദിച്ചാൽ, അപ്പൊ അതിന്റെ മുഖാബല അനുസരിച്ചാണ് എന്ത് ചെയ്തത് ഇമാം ബുഖാരി കിട്ടിയത്. അപ്പൊ ബാബുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കണ്ട കാര്യം. മുസബ്ബബിനെ പറഞ്ഞു സബബിന്റെ മേല്. ويؤيده ما عند المؤلف وضاع القرآن من حديث أبي هريرة رضي الله عنه بلفظ فقال ليتني أوتيت مثل ما أوتي فلان എന്ന് പറഞ്ഞുണ്ട്. കണ്ടാ, فعملت بمثل ما يعمل فلم يتمنى السلب بل لن يكون مثله. പിന്നെ ഇനി എന്താ? والحسد الحقيقي وهو كما تقرر تمني زوال نعمة المحسود عنه وسيرورتها إلى الحاسد هذا لا يباح حسنا. لا باب ما അപ്പൊ അതേപോലെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു പോയതാണ്. ആരും? മൂസാ നബി അലൈഹി സ്വലാം. നബി അലൈഹി സ്വലാമിന് കിട്ടിയത് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. നബിക്ക് വേണ്ടാന്ന് പറഞ്ഞ ഹസദ് വെച്ചുകൊണ്ട് പോയതല്ല. ആയിക്കോട്ടെ, പഠിച്ചോലും പോയിട്ട്. അപ്പൊ ആ ബാബിനെ അവിടെ തന്നെ കൊണ്ടുവന്നുണ്ട്, ഇമാം ബുഖാരി തന്നെ ഇഷ്ടംപോലെ കൊണ്ടുവരും. ബാബു മാ ദുക്റ ഫീ ദഹാബി മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം ഫിൽ ബഹരി. ആണോ? ഫിൽ ബഹരിയാണ്. സമുദ്രത്തിൽ കൂടിയാ പോയത്. ഇനൽ ഖദർ അലൈഹിസ്സലാമിലേക്ക്. എന്തായിരിക്കും ഫിൽ ബഹരി എന്നൊക്കെ പറയുന്നത്? ഖൗലിഹി തആല, അള്ളാഹുവിന്റെ കൗലിലും പറയട്ടെ, അല്ല അത്തബിയുക അലാ അൻ തുഅല്ലിമനി, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന അടിസ്ഥാനത്തിൽ ഞാനിവിടെ വന്നോട്ടേന്ന്. അല്ല ആയത്തിലെ തീർത്ഥം കൊതിക്കും. അല്ലായത്ത തമ്മീം അല്ലായത്ത എന്നാണ്. حدثني محمد بن وبسند المتصل المؤلف رحمه الله حدثني محمد بن غرير ليه الزغري قال حدثنا يعقوب بن إبراهيم قال حدثني أبي إبراهيم بن مسعود بن إبراهيم بن عبد الرحمن عن صالح عن ابن شهاب حدث أن عبيد الله بن عبد الله أخبره عن ابن عباس رضي الله تعالى عنه وعنهم أنه تمارى هو والحر بن قيس തമ്മിൽ തർക്കിച്ചു. അവരാരാണ്? ഇബ്നു ഹിസ്നിൻ മകനാണ്. അൽ ഫസാരി ഫി സാഹിബ് മൂസ, മൂസ നബി അലൈഹി സ്വലാമിന്റെ സാഹിബില് ഖിളറാണോ അല്ലാത്തവരാണോ എന്ന് ചോദ്യം. അവർ തർക്കിച്ചപ്പം ഖാലിബിന് അബ്ബാസ് തങ്ങൾ പറഞ്ഞു ഹുവ ഖളർ അലൈ ഖിളർ. അങ്ങനെ ഇപ്പൊ മറ ബീമ എന്താ
രണ്ടുപേരും അരികിൽ കൂടി ഇങ്ങനെ പോവാണ്. ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ ഇങ്ങനെ പോകുന്നു. ഫദഅാഹു, അങ്ങനെ ഉബയ്യ് ഇബ്നു കഅബിനെ ഇങ്ങോട്ട് വിളിച്ചു. ഇബ്നു അബ്ബാസ് തങ്ങൾ വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ചോദിച്ചു. അങ്ങനെ വിഷയം പറഞ്ഞു. മനസ്സിലായി, ഞാൻ ഇയാൾ തർക്കത്തിലാണ്, നിങ്ങൾക്ക് അറിയുമെന്ന് പറഞ്ഞാണ് എന്ന്. അപ്പൊ കാല വിഷയം ചോദിച്ചപ്പോ അതാ പാതിന്റെ അർത്ഥം. ഇത് വിളിച്ചു, വിഷയങ്ങൾ സംസാരിച്ചു, ചർച്ച ചെയ്തു. അങ്ങനെ ഞാനും ഇയാൾ തർക്കത്തിലാണ്. ഖിദർ നബി അലൈഹി സ്വലാമിനോട് കൂടിയാള് മൂസ നബി അലൈഹി സ്വലാമിനോട് കൂടിയാള് ഖിദറാണോ വേറെ വല്ലവരുമാണോ? അപ്പൊ കാല മഹാനവറുകൾ പറഞ്ഞു, ഇന്നീ തമാലത്ത് ഞാൻ ഇഖ്തിലാഫായി അനബ സാഹിബി, എന്റെ കൂട്ടുകാരനും അതാ ഈ ചങ്ങായിയായിട്ട് ഞാൻ എന്താണ് ആ വിഷയം പറയാണ്, ആ വിഷയം തന്നെ പറയാണ്. അപ്പൊ കാല ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഇന്നീ തമാലത്ത് അനബ സാഹിബി ആദാ ഫീ സാഹിബി മൂസ അല്ലദീ സഅല മൂസ അസ്സബീല ഇലാ ലഖീഹി ഹൽ സമീഅത നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറു ശൈനഹു. നീ വല്ല കേട്ടിട്ടുണ്ടോ? ഞാൻ ഇയാളെ തർക്കത്തിലാണ്. മൂസ നബി അലൈഹി സ്വലാം പോയ ആ കൂട്ടുകാരനെ പറ്റി ഞാൻ ഇയാളെ തർക്കത്തിലായി. നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ റസൂലുള്ളാഹി എന്ന്? കേട്ട് പറയാം നമുക്ക്. ഊബർ പറയട്ടെ, ഊബർ പറയണം. നാം എന്നാ കാല ഉബയ്യ് പറഞ്ഞു, നാം സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ബൈനമാ മൂസ ഫീ മലഇൻ മിൻ ബനി ഇസ്രായീല ജാഅ റജുലുൻ ഫഖാല ഹൽ തഅലമു അഹദൻ അഅലമു മിൻക ഖാല മൂസ ലാ, എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ലാ അഅലമു അഹദൻ അഅലമു മിന്നി, എന്നേക്കാൾ അറിവുള്ള ആളിനെ ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അറിയില്ല, എനിക്കറിയില്ലതാണ്. മറ്റൊരു തഫ്സീറിൽ ഫീ തഫ്സീരി ഫസൂല അയ്യുന്നാസി അഅലമു ഫഖാല അന എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല പണിഷ്മെന്റ് കൊടുത്തു, പോയി പഠിച്ചിട്ട് വരാൻ. എവിടെല്ലാം ഇമാം ബുഖാരി ഹദീസിനെ കൊണ്ടുവന്നു അല്ല. ഫഖാല, അപ്പൊ പറഞ്ഞില്ല. ഫൗഹല്ലാഹു, അപ്പൊ അല്ലാഹു വഹി അറിയിച്ചു. ഇലാ മൂസ ബല, ഇല്ലാതല്ല ഉണ്ട് മോനെ. അബ്ദുനാ ഖദർ അഅലമു മിൻക എന്നതിനർത്ഥം. ബിമാ അലംതുഹു മിനൽ ഉജൂബി വഅവാദിദിൽ ഖുദ്റത്തി മിമ്മാ ലാ തഅലമു അല്ല ലാ തഅലമുൽ അംബിയാഉ മിൻഹു ഇല്ലാ മാ അലമു ബിഹി കമാ ഖാല സയ്യിദുഹും വസഫവത്തുഹും സലവാത്തുല്ലാഹി അലൈഹി വസല്ലം ഫീ ഹാദൽ മഖാം ഇന്നി ലാ അഅലമു ഇല്ലാ മാ അല്ലമനി റബ്ബി എന്ന്. മനസ്സിലായോ? അപ്പോൾ ഉമ്മൂർ ശരീഅത്തും വളായിഫിൻ നബുവത്തും സിയാസത്തുൽ ഉമ്മത്തൊക്കെ കൊണ്ടുള്ള അറിവ് കൊണ്ട് പൂർണ്ണമായ ആളാണ് ആര്? മൂസ നബി അലൈഹി സ്വലാം. മറ്റു ചില വിഷയങ്ങൾ എന്തുണ്ട്? വൈബിയായ ചില വിഷയങ്ങൾ ഉജൂബും അതൊക്കെ കൊണ്ടുള്ള അറിവ് അല്ലാഹു തആല മൂസ നബി അലൈഹി സ്വലാമിനെ പഠിപ്പിച്ചു. അല്ല, ഖിദർ നബി. ഫസഅല മൂസ അസ്സബീല ഇലൈഹി ഫജഅലല്ലാഹു ലഹു അൽ-ഹൂത ആയത്തൻ അലാമത്തൻ ലിമക്കാനിൽ ഖിദർ ഫഖീല ലഹു ഇദാ ഫഖദ്തൽ ഹൂത, ഹൂത്തിനെ എവിടെ വെച്ച് കാണാതാകുന്ന അവിടത്തേക്ക് തന്നെ മടങ്ങിപ്പോണം. ഫർജി ഫഇന്നക സതൽഖാഹു, അവിടെ നിന്ന് കാണാൻ കഴിയും എന്നും പറഞ്ഞു കൊടുത്തു. പിന്നെന്താണ്? ഇത്തബിഉ വകാന ഇത്തബിഉ അനാ എത്തബിയോ, അങ്ങനെ പിന്നെ പോയി. പിന്നീട് കാണാതായപ്പോഴേ അസറൽ ഫിൽ ബൈരി, അതാ ഫിൽ ബൈരി കൊടുത്ത അവിടെ ഹെഡിങ്ങിൽ ഫിൽ ബൈരി കൊടുത്തില്ലേ? അതങ്ങനെ ഫിൽ ബൈരി. ഇപ്പൊ കാലലി മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, അറായിത്ത ഇന്നി ഇതാ വൈനായില സഫറ, യൂസഅബിന് നൂനാണ്. പിന്നെ കാന യഖ്ദിമു വയത്തബിഉ വേണ്ട. അറായിത്ത ഇതാ വൈനായില സഫറത്തി ഇന്നി നസീതുൽ ഹൂത ഫഇന്നി നസീതുൽ ഹൂത വമാ അൻസാനി ഇല്ല ശൈത്താനു അൻ അദ്കുറഹു ഖാല ദാലിക മാ കുന്നാ നബഗി ഫർതദ. അവിടാണ് അങ്ങനെയാണോ? എന്നാ പിന്നെ അത് തന്നെ നമ്മൾ അന്വേഷിക്കുന്നത് പറഞ്ഞു. ഫർതദ അലാ ദാരിമ ഖസസൻ ഫവജദ ഖദറൻ വേണ്ട. ഫകാന മിൻ ശൈനിമ, ഖദറിന്റെയും മൂസയുടെയും ശൈൽ പെട്ടതായിരുന്നു അല്ലതി ഒരു കാര്യം ഖസ്സല്ലാഹു അസ്സ വജല്ല ഫീ കിതാബിഹി എന്ന്. അത് നിങ്ങൾ അവിടെ നോക്കി പഠിച്ചോളി, വെള്ളിയാഴ്ചക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ബാബു ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അല്ലിംഹു അൽ കിതാബ്. എൻ്റെ അനുയായികൾക്ക് നീ നല്ല കിതാബ് പഠിപ്പിച്ചു കൊടുക്കണം. ആയിട്ടിങ്ങനെ നീ എങ്ങോട്ടും ചാടിപ്പോണ്ട.
മുസനബി അലൈഹി സ്വലാം വേറെടുത്ത് പോയാണ് അതായിരിക്കും പറയുന്നതിന്റെ മൈന സ്വതക്ക റസൂലുള്ളാഹി